ഹരി ഓം. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഹരി ഓം. നമ്മൾ പ്രഹ്ലാദ ചരിതം പഠിച്ചപ്പം പ്രഹ്ലാദ സ്തുതി, മറ്റ് ദേവന്മാർ സ്തുതിച്ചതെല്ലാം ഒരു പ്രാവശ്യം വായിച്ച് ഞാനൊന്ന് പറഞ്ഞു തന്നിരുന്നു. പക്ഷേ പ്രഹ്ലാദ സ്തുതി എന്ന് പറയാൻ പറ്റിയില്ല, കുറേ കൂടുതലുണ്ടല്ലോ, 49 ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പറയാൻ പറ്റിയില്ല. അത് ഇന്ന് നമുക്ക് ഒരു 5 ശ്ലോകമെങ്കിലും അങ്ങ് വായിച്ച് അതിൻ്റെ അർത്ഥവും നോക്കാം. എത്രയാകുന്നു അത്രയും ഓരോ ശ്ലോകം വായിക്കാം, എന്നിട്ട് അതിൻ്റെ അർത്ഥം പറയാം. എത്ര ഇന്ന് പറ്റുന്ന അത്രയും വായിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ അടുത്തത് ഒന്ന് വായിച്ച് പറഞ്ഞു തരാം. ഈ തരാമെന്ന് പറഞ്ഞിട്ട് പലരും പറഞ്ഞു അതൊന്ന് ഇതായിട്ടപ്പം പറഞ്ഞു തന്നില്ലെങ്കിൽ പിന്നെ അതുകൊണ്ടൊന്ന് നോക്കാം. നമുക്ക് അർത്ഥം അത്ര ഇതായിട്ട് വിശദീകരിച്ച് പറയാനൊന്നും പോകുന്നില്ല. ടോട്ടൽ ഒരർത്ഥവും പറഞ്ഞ് നമുക്ക് ആ ശ്ലോകം ഒന്ന് വായിച്ചു പോകാം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. അഥ ശ്രീമദ് ഭാഗവതേ സപ്തമസ്കന്ധേ നവമോധ്യായേ. ശ്ലോകങ്ങൾ 8 മുതൽ 50 വരെയുള്ളത്. നമ്മൾ 1 മുതൽ 8 വരെയുള്ളതിൻ്റെ 7 ശ്ലോകങ്ങളുടെ അർത്ഥം ഞാൻ ടോട്ടലായിട്ട് അർത്ഥം മാത്രം പറയാം. അപ്പോൾ വായിച്ചു തരുന്നില്ല, അർത്ഥം മാത്രം പറയാം. ഇപ്പോൾ ഈ പ്രഹ്ലാദ സ്തുതി 1 മുതൽ എത്ര എടുക്കാൻ പറ്റും അത്രയും ശ്ലോകങ്ങളുടെ അർത്ഥവും പറഞ്ഞ് ശ്ലോകവും വായിക്കാം. ആദ്യത്തെ ശ്ലോകം. പ്രഹ്ലാദ ഉവാച. ബ്രഹ്മാദയ സുരഗണാ മുനയോത സിദ്ധാഃ സത്വൈകദാനമതയോ വചസാം പ്രവാഹൈഃ നാരാധിതും പുരുഗുണൈരധുനാപി വിപ്രുഃ കിം തോഷ്ടുമർഹതി സമയേ ഹരിരുഗ്രജാതേഃ. ഒന്നുകൂടെ വായിക്കാം. ബ്രഹ്മാദയ സുരഗണാ മുനയോത സിദ്ധാഃ സത്വൈകദാനമതയോ വചസാം പ്രവാഹൈഃ നാരാധിതും പുരുഗുണൈരധുനാപി വിപ്രുഃ കിം തോഷ്ടുമർഹതി സമയേ ഹരിരുഗ്രജാതേ. ഇതിനകത്ത് വിപ്രുഹു എന്ന് പറഞ്ഞാൽ പ്രാപ്തരായി ഇല്ല. ന അഭിവിപ്രുഹു പ്രാപ്തരായില്ല. വിപ്രു പ്രാപ്തരാകുക. നാഭി എന്നിവിടെ പറഞ്ഞ നാ അഭി വിപ്രുഹു പ്രാപ്തരായില്ല എന്ന്. അതായത് പ്രഹ്ലാദൻ ആശ്ചര്യം പ്രകടിപ്പിക്കുകയാണ്. അപ്പം ആശ്ചര്യം തോന്നി പ്രഹ്ലാദന്. ദേവന്മാരായ ബ്രഹ്മാദിദേവന്മാർ, ബ്രഹ്മാവ് പിന്നെ ബാക്കിയുള്ള ദേവന്മാരെല്ലാം, സുരഗണാഹ മുനയഹ ദേവന്മാർ, ബ്രഹ്മാവ് മുതലായ ദേവന്മാരാലും മുനികളാലും സിദ്ധന്മാരാലും സത്വൈകദാനമതയോ എന്ന് പറഞ്ഞാൽ സത്വഗുണപ്രധാനികളായ എല്ലാ ദേവന്മാരും വചസാം പ്രവാഹ അവരുടെ കഴിവിനനുസരിച്ച് നല്ല കഴിവുള്ള വാക്കുകളെ കൊണ്ട്, അല്ലെ ഉത്കൃഷ്ടങ്ങളായ സ്തുതികളെ കൊണ്ട് സ്തുതിച്ചിട്ടും ആരാധിതും പുരുഗുണൈരധുനാപി വിപ്രു അവർക്കൊന്നും ഭഗവാന്റെ, അതായത് അപ്പോൾ സന്ദർഭം പറയേണ്ടി വരില്ലേ. സന്ദർഭം നരസിംഹമൂർത്തി ബ്രഹ്മാദികളായ സകലരും തങ്ങളാൽ ആവുമണ്ണം സ്തുതിച്ചിട്ട് നരസിംഹമൂർത്തിയുടെ കോപം ശമിച്ചില്ല. അപ്പോൾ ഭഗവാന്റെ അത്യുഗ്ര തേജസ് കാരണം അവർക്കാർക്കും ഭഗവാനെ സമീപിക്കാനും ധൈര്യം ഉണ്ടായില്ല. അപ്പം അവർ ലക്ഷ്മി ദേവിയോട് അപേക്ഷിച്ചു, ദേവന്മാർ, ദേവി ചെന്നൊന്ന് ഭഗവാനെ തണുപ്പിക്കൂ എന്ന്, ശാന്തനാക്കൂന്ന്. ലക്ഷ്മി ദേവി ആത്മവിശ്വാസത്തോടു കൂടി അടുത്തേക്ക് ചെന്നെങ്കിലും ഇതുവരെ കാണാത്ത ഒരു രൂപം അല്ലെങ്കിൽ ഒരു ഭാവം ഭഗവാന്റെ മുഖത്ത് കണ്ട് പേടിച്ച് പുറകോട്ട് പോയി. ദേവിയെ കൊണ്ട് സാധിച്ചില്ല. അപ്പോൾ തൻ്റെ പ്രിയഭക്തനായ പ്രഹ്ലാദൻ്റെ വൈഭവത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ബ്രഹ്മദേവൻ ചെന്നിട്ട് ആ കുട്ടിയോട് പറഞ്ഞു, മോനെ, എല്ലാവരും പരാജയപ്പെട്ടു. അപ്പോൾ പറഞ്ഞു, കുഞ്ഞെ, നീ കാണുന്നില്ലേ ആ രൂപം ആ ഭഗവാന്റെ? അപ്പം കുഞ്ഞ് ചെന്ന്
എന്താണ് ആ കുഞ്ഞിനോട് പറയുക, നിൻ്റെ അച്ഛനോടുള്ള ആ ക്രോധമാണ് ഭഗവാന്റെ മുഖത്ത്. കശുപുവിനോടുള്ള ആ ദേഷ്യം, ആ ക്രോധമാണ് മുഖത്ത്. അതില്ലാതെയാക്കാൻ നിനക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് നീ തന്നെ വേണം ചെന്ന് ഭഗവാനെ ശാന്തനാക്കാൻ എന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ചു ബ്രഹ്മാവ്. അപ്പം ബ്രഹ്മാവിൻ്റെ ആ വാക്കുകൾ കേട്ടപ്പം പ്രേരിതനായി ആ പ്രഹ്ലാദൻ, ആ കൊച്ചുകുട്ടി, ഒരു 5 വയസ്സേ ഉള്ളൂ, ആ കുഞ്ഞ് വിനയപൂർവം ശിരസ്സിൽ അഞ്ജലി കൂപ്പി, കൈ മുകളിൽ, തലയ്ക്ക് മുകളിൽ വെച്ച് അഞ്ജലി കൂപ്പിക്കൊണ്ട് ഭഗവാനെ തൊഴുത് നമസ്കരിച്ചു. ഒരു പേടിയുമില്ലാതെ. എല്ലാവരും പേടിച്ചെടുത്ത് പ്രഹ്ലാദന് യാതൊരുവിധ പേടിയുണ്ടായില്ല. തൻ്റെ അഞ്ജലി കൂപ്പിക്കൊണ്ട് ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. അപ്പോൾ തൻ്റെ കാൽ ചുവട്ടിൽ നമസ്കരിച്ച് കിടക്കുന്ന ഭക്തന്മാരിൽ ഏറ്റവും ഉത്തമനായ ആ കുഞ്ഞ് 5 വയസ്സുകാരനെ ഭഗവാൻ ഒന്ന് നോക്കി. അതുവരെ അഭിനയിച്ച, അത് ഭഗവാന്റെ കോപം എന്ന് പറഞ്ഞാൽ അത് അഭിനയമായിരുന്നല്ലോ. ഇതൊക്കെ ഭഗവാന്റെ ലീലകളാണ്. അപ്പോൾ ആ കോപമൊക്കെ എവിടെ പോയി എന്നറിയില്ല. ഭഗവാൻ അതൊന്നും തുടരാൻ പറ്റിയില്ല പിന്നെ. അപ്പോൾ ഭഗവാൻ ശാന്തനായി. എന്നിട്ട് ആ താമര പോലെയുള്ള ഭഗവാന്റെ കൈ എന്നാണ് പറഞ്ഞത്. ഭാഗവതത്തിൽ അത് വാക്കുകളായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. താമര പോലെയുള്ള കൈയെടുത്ത് ആ കുഞ്ഞിൻ്റെ മൂർത്താവിൽ വെച്ച് ആ കുഞ്ഞിനെ അനുഗ്രഹിച്ചു. പണ്ട് നമ്മൾ ധ്രുവ ചരിതത്തിലും കണ്ടിട്ടുണ്ട് അല്ലേ? ശംഖ് കൊണ്ട് കവിളിൽ തലോടിയപ്പം ധ്രുവൻ എങ്ങനെയാണ് ആത്മജ്ഞാനം ഉണ്ടായ, അതേപോലെ പ്രഹ്ലാദൻ്റെ തലയിൽ കൈവച്ച് ഭഗവാൻ അനുഗ്രഹിച്ചപ്പം പ്രഹ്ലാദന് ബ്രഹ്മാനന്ദഭൂതി ഉണ്ടായി. ബ്രഹ്മാനന്ദഭൂതി ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആ ഭഗവാന്റെ പാദങ്ങളെ മനസ്സിലുറപ്പിച്ച് ഗൽഗത കണ്ഠനായി, അല്ലെങ്കിൽ ഗൽഗത ശബ്ദത്തിൽ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. ആ സ്തുതിയാണ് ഇവിടെ നമ്മൾ വായിച്ചത്. ആ ആദ്യത്തെ ശ്ലോകം, ബ്രഹ്മാദയസുരഗണാമുനയോത സിദ്ധാഹ സത്വൈകദാനമതയോ വചസാം പ്രവാഹൈഃ നാരാധിതും പുരുഗുണൈരധുനാഭി വിപ്രുഹു കിം തോഷ്ടുമർഹതി സമേപ അരിരുഗ്രജാതേ. ഈ ഉഗ്രജാതന്മാരായ മഹാന്മാരായ ബ്രഹ്മ മുതലായ ദേവന്മാരും ശുദ്ധ സത്വമൂർത്തികളായ മുനിമാരും എല്ലാ മഹാത്മാക്കളും ഗംഭീരമായി സ്തുതിച്ചിട്ടും ഭഗവാനെ ശാന്തനാക്കാൻ കഴിയാത്ത ആ ഭഗവാനെ ഈ അസുരയോനിയിൽ ജനിച്ച അസുര ഇതായ ഈ കുഞ്ഞിന് എനിക്ക് എങ്ങനെ സാധിക്കും? അതാണ് കിം തോഷ്ടുമർഹതി, എങ്ങനെ എനിക്ക് സന്തോഷിപ്പിക്കാൻ സാധിക്കും എന്ന് ആദ്യത്തെ ശ്ലോകം. അപ്പം എങ്ങനെയാണ് ഈ ദേവന്മാർക്കൊന്നും പറ്റാത്ത ആ സംഭവം എന്നെക്കൊണ്ട് എങ്ങനെ സാധിക്കും എന്ന് ആശ്ചര്യപ്പെടുകയാണ് ആദ്യത്തെ ശ്ലോകത്തിൽ ഈ കുട്ടി, ഈ പ്രഹ്ലാദൻ. അടുത്ത ശ്ലോകത്തിൽ, രണ്ടാമത്തെ ശ്ലോകത്തിൽ, മന്യേ ധനാഭിജനരൂപ തപസ്രുതൗജസ്തേജപ്രഭാവബല പൗരുഷബുദ്ധിയോഗാഹ. പദമായിട്ട് വായിക്കണം. മന്യേ, മന്യേ എന്ന് പറഞ്ഞാൽ ഞാൻ കരുതുന്നു, ധനാഭിജനരൂപ തപസ്രുതൗജ, തപസ്, രൂപം, ശ്രുതി, തേജസ്, ഓജസ്, പ്രഭാവം, ഇതെല്ലാം ഈ പ്രഭാവബല പൗരുഷം ബുദ്ധിയോഗങ്ങളെല്ലാം ആ ബുദ്ധിയോഗങ്ങളാലെല്ലാം ആരാധനായകി ഭവന്തി പരസ്യ പുംസോ ഭക്തിയാ തുതോഷ ഭഗവാൻ ഗജയൂഥപായ. അപ്പം എന്താ ഇവിടെ പറഞ്ഞേ? ഞാൻ എൻ്റെ ഗുരുനാഥനിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് പറയുകയാണ്? മന്യു, അഹം മന്യു, മന്യേ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി ഭഗവാനെ സന്തോഷിപ്പിക്കാൻ. എന്തുകൊണ്ട്? ധനം കൊണ്ടോ? അതാ ഇവിടെ പറഞ്ഞത്. ധന
അഭിമാനം, ധനം, പിന്നെ രൂപം, തപസ്, ശ്രുതി എന്ന് പറഞ്ഞാൽ ഈ വേദങ്ങൾ, മന്ത്രങ്ങളൊക്കെ, പിന്നെ തേജസ്, ഓജസ്, പ്രഭാവം, ബലം. മന്യേ ഞാൻ കരുതുന്നു ധനാഭിജനരൂപ തപശ്രുതൗജ തേജ പ്രഭാവ ബല പൗരുഷ ബുദ്ധിയോഗാക. ഈ കാര്യങ്ങളെ കൊണ്ടൊന്നും ഭഗവാനെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം, ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് പിന്നെ എന്തുകൊണ്ടാണ് പറ്റുക എന്നും പറയുന്നത്, നാരാധനായ ഹി ഭവന്തി പരസ്യ പുംസോ ഭക്തി കൊണ്ട് ഭക്തിയാ തുതോഷ ഭഗവാൻ യൂഥപായ ഗജയൂഥപൻ എന്ന് പറഞ്ഞാൽ ആ ഗജേന്ദ്രമോക്ഷത്തിൽ ആ ഗജേന്ദ്രനെ എങ്ങനെയാണോ ഭഗവാൻ ഭക്തി കൊണ്ട്, അതായത് എല്ലാം ഉണ്ടായിരുന്നു ഇല്ലേ ഗജേന്ദ്രന്. അപ്പം ഞാൻ എൻ്റെ ഗുരുനാഥനിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, ഭഗവാനെ പ്രസാദിപ്പിക്കാൻ ധനമോ ആഭിജാത്യമോ സൗന്ദര്യമോ പൗരുഷമോ ഓജസ്സോ തേജസ്സോ മറ്റ് യോഗ്യതകളോ, യോഗോ എന്ന് പറഞ്ഞിട്ടില്ലേ, ബുദ്ധി യോഗാന്ന്, അപ്പോൾ യോഗ്യതകളോ ഒന്നും വേണ്ട. ഇവയൊന്നും ഇല്ലാഞ്ഞിട്ടും ആ ഗജേന്ദ്രനെ അങ്ങ് രക്ഷിച്ചില്ലേ. അപ്പം ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ സാധിക്കൂ എന്ന് എനിക്കറിയാം. ഈ ബാക്കിയുള്ളതൊന്നുകൊണ്ടും ഭഗവാനെ സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് എനിക്കറിയാമെന്ന് പ്രഹ്ലാദൻ പറയുന്നു. അതാണ് മന്യേ ധനാഭി ജനരൂപ തപ ശ്രൗതൗജസ്തേജ പ്രഭാവ ബല പൗരുഷ ബുദ്ധിയോഗാഹ നാരാധനായ ഹി ഭവന്തി പരസ്യ പുംസോ ഭക്ത്യാ തുതോഷ ഭഗവാൻ ഗജയൂഥപായാം. അടുത്ത ശ്ലോകത്തിൽ വിപ്രാദ്വഷഡ് ദ്വിഷഡ് എന്ന് പറഞ്ഞാൽ ഷഡ് എന്ന് പറഞ്ഞാൽ 6, ദ്വിഷഡ് 12. അപ്പം വിപ്രാദ്വിഷഡ് ഗുണയുധാദരവിന്ദനാപപാദാരവിന്ദ മുഖാശോപചം വരിഷ്ടം മന്യേ തദർപ്പിതമനോ വചനേഹിതാർത്ഥ പ്രാണം പുനാദിസകുലം നതു ഭൂരിമാനകാം. ഒന്നും കൂടി വായിക്കാം. വിപ്രാദ്വിഷഡ് ഗുണയുധാരവിന്ദനാപപാദാരവിന്ദ മുഖാദ് ശോപചം വരിഷ്ടം എന്നാണ്. അപ്പോൾ ഗുണയുധ അരവിന്ദനാഭം, വിപ്രാദ്വിഷഡ് ഗുണയുധാത് അരവിന്ദനാഭൻ്റെ, അതായത് പാദാരവിന്ദ വിമുഖാത് ശോപചം വരിഷ്ടം മന്യേ തദർപ്പിതമനോ വചനേ ഹിതാർത്ഥ പ്രാണം പുനാതി സകുലം നതു ഭൂരിമാനക. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ശമം ദമം, ബാക്കിയുള്ള കാര്യങ്ങൾ, ശമം ദമം തപസ് ശൗചം ശാന്തി ആർജവം വിരക്തി ജ്ഞാനം വിജ്ഞാനം സന്തോഷം സത്യം ആസ്തിക്യം എന്നീ 12 കാര്യങ്ങളുണ്ടെങ്കിലും, അതാ പറഞ്ഞ വിപ്രന്മാർ ഈ ദ്വിഷഡ് 12 ഗുണയുതാത്, ഈ 12 ഗുണങ്ങളോട് കൂടിയവനായ ഒരു ബ്രാഹ്മണൻ ഈ 12 ഗുണങ്ങളും ഉള്ള ഒരു ബ്രാഹ്മണനാണ് ഭഗവാനെ ഭജിക്കുന്നതെങ്കിലും അവന് ഭക്തിയില്ലെങ്കിൽ, അത് ഭഗവാനോടുള്ള ഭക്തിയില്ലെങ്കിൽ അവൻ ശ്രേഷ്ഠനല്ല. അതാണ് ഇവിടെ പറഞ്ഞത്. ശോഭചം എന്ന് പറഞ്ഞാൽ ശ്വാനൻ നായയാണ്. അപ്പോൾ നായയെ കഴിഞ്ഞും നായയെപ്പോലെ എന്ന് വെച്ചാൽ അവർ ശ്രേഷ്ഠനല്ല എന്ന്, നായയ്ക്ക് തുല്യമാണെന്ന്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹരിയിൽ ഭക്തിയില്ലെങ്കിൽ, ഭഗവാനിൽ ഭക്തിയില്ലെങ്കിൽ അവൻ ശ്രേഷ്ഠനല്ല. മാത്രമല്ല അവൻ അഹങ്കാരിയായിട്ട് ഗർവിതനായിട്ട് അധപ്പതിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നേരെ മറിച്ച്
നേരെ മറിച്ച് എന്താ ഇവിടെ പറഞ്ഞേ, മന്യേ തത് അർപ്പിത മനോവചനേഹിതാർത്ഥം എന്ന് പറഞ്ഞാൽ അർപ്പിത മനോഭാവത്തോടു കൂടി, വചനം എന്ന് പറഞ്ഞാൽ വാക്കുകൾ, അതായത് ഭഗവാനോടുള്ള സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ ഭക്തി കൊണ്ട് അർപ്പിത മനോഭാവത്തോടു കൂടി തൻ്റെ പ്രാണനെ ഭഗവാന് ഇത് ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ മനസ്സ്, വാക്ക്, കർമ്മം, അർത്ഥങ്ങൾ, പ്രാണങ്ങൾ ഇവയെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് സേവിക്കുകയാണെങ്കിൽ അവൻ ശ്രേഷ്ഠനാകുന്നു. അവൻ തൻ്റെ കുലത്തെയും പുനാതി എന്ന് പറഞ്ഞാൽ ശുദ്ധനാക്കുന്നു. അപ്പം അവനും ശുദ്ധനാകുന്നു, അവൻ്റെ കുലത്തെയും ശുദ്ധനാക്കപ്പെടുന്നു ഭഗവാനെ ഭജിക്കുന്നുണ്ട്. പക്ഷേ ഭക്തി ഇല്ലാതെ 12 ഗുണങ്ങളുള്ള ഒരു ബ്രാഹ്മണനേക്കാൾ ശ്രേഷ്ഠനാണ് ചണ്ടാളൻ. അതാണ് ശോഭച്ചൻ എന്ന് പറഞ്ഞത്, ചണ്ടാളൻ എന്നർത്ഥം. ഒരു ചണ്ടാളൻ തൻ്റെ മനസ്സിനെ ഭഗവാനിൽ അർപ്പിച്ച് വാക്കുകളെ കൊണ്ടും അർത്ഥത്തെ കൊണ്ടും ഭഗവാനെ പൂജിച്ചാൽ അത് വാക്കുകളാലും കർമ്മത്താലും എന്നാണ്. അതുകൊണ്ട് പൂജിച്ചാൽ അവനും ശുദ്ധനാകുന്നു, അവൻ്റെ കുലം തന്നെ ശുദ്ധനാകുന്നു. പുനാതി സ കുലം നതു ഭൂരിമാനക. അവിടെ അഹങ്കാരം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇവിടെ തൻ്റെ കുലത്തെയും പരിശുദ്ധമാക്കുന്നു എന്നർത്ഥം. പിന്നെ അടുത്ത ശ്ലോകത്തിൽ പറയുക, നൈവാത്മന പ്രഭുരയം, അല്ലയോ പ്രഭു ഭഗവാനെ, നിജലാഭപൂർണോ മാനം ജനാദവിദുഷ കരുണോ വൃണീതേ യജ്ജനോ ഭഗവതേ വിദധീതമാനം തച്ചാത്മനേ പ്രതിമുഖസ്യ യഥാമുഖശ്രീഹി. നൈവാത്മന പ്രഭുരയം നിജലാഭപൂർണോ മാനം ജനാദവിദുഷ കരുണോ വൃണീതേ യജ്ജനോ ഭഗവതേ വിദധീതമാനം തച്ചാത്മനേ പ്രതിമുഖസ്യ യഥാമുഖശ്രീഹി. ഇവിടെ പറയുന്നത്, അല്ലയോ പ്രഭു, അല്ലയോ ഭഗവാനെ, ഗുരുവായൂരപ്പ, പരിപൂർണനായ അവിടത്തേക്ക് സംസാരികളായ ഞങ്ങളുടെ പൂജകൾ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അല്ലേ? ഭഗവാന് നമ്മളുടെ പൂജകളോ അല്ലെ നമ്മുടെ പണമോ അല്ലെ എന്തെങ്കിലും വേണോ? വേണ്ട. ഭഗവാൻ എല്ലാം ഉണ്ട്. അതാ ഇവിടെ പറഞ്ഞത്, നാ ഏവ ആത്മനാ പ്രഭു അയം, ഞങ്ങളുടെ നിജലാഭപൂർണ്ണാക, ഞങ്ങളുടെ ഈ പൂജ കൊണ്ട് അങ്ങയ്ക്ക് യാതൊരു ലാഭവുമില്ല. ജനാദ് അവിദുഷക, ഞങ്ങളുടെ പൂജകൾ കൊണ്ട് അങ്ങയ്ക്ക് നേടേണ്ടതായിട്ടൊന്നുമില്ല. കാരുണ്യം കൊണ്ട് മാത്രമാണ് അങ്ങ് പ്രീതനാകുന്ന കാരുണ്യം. അതാണ് അടുത്ത അവിദുഷ കരുണോ വൃണീതേ. വിദുഷികളല്ലെങ്കിലും അവിദുഷന്മാർ കരുണ കൊണ്ട് യജ്ജനോ ഭഗവതേ വിദധീതമാനം എന്ന് പറഞ്ഞാൽ അതായത് കാരുണ്യം കൊണ്ട് മാത്രമാണ് അങ്ങ് നമ്മളുടെ പൂജയെ സ്വീകരിക്കുന്നത്. അപ്പോൾ പൂജിക്കുന്നവന് പരമലാഭം ലഭിക്കുകയും ചെയ്യുന്നു. നമ്മൾ കൊടുത്ത അതിൻ്റെ ഇരട്ടി നമ്മൾക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യുന്നു. അതാണ് ഇവിടെ യജ്ജനോ ഭഗവതേ വിദധീതമാനം എന്താ പറയുക, തച്ചാത്മനേ പ്രതിമുഖസ്യ യഥാമുഖശ്രീഹി. ഒരു കുറച്ച് നമ്മൾ കുറച്ചാണെങ്കിലും ഭഗവാന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടിയായിട്ട് ഭഗവാൻ നമുക്ക് തിരിച്ചു തരുന്നു. വിദധീയമാണ്. മൂഢരായ ജനങ്ങൾ കരുണയില്ലാതെ ഭജിച്ചാൽ അല്ലെങ്കിൽ കരുണയോടുകൂടി കുറച്ച് എന്തെങ്കിലും ഭഗവാന് കൊടുത്താൽ അത് ഭഗവാൻ കരുണയോടുകൂടി വരിക്കുന്നു. ഭഗവതി വിദധീതമാനം, കൊടുത്തതിനെ തച്ചാത്മനെ പ്രതിമുഖസ്യ യഥാമുഖശ്രീ. മുഖശ്രീയുള്ള ഭഗവാൻ
നമ്മൾ കണ്ണാടിയിൽ നമ്മുടെ മുഖം സുന്ദരമാക്കിയതിന് ശേഷം കണ്ണാടി നോക്കിയിട്ട് കണ്ണാടി ഇതല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുപോലെ ഇവിടെ ഭഗവാൻ മുഖമാണ്, നമ്മളൊക്കെ പ്രതിബിംബമാണ്. അപ്പം മുഖത്തിൻ്റെ ശ്രീയ് പ്രതിബിംബത്തിലും കിട്ടും. പക്ഷേ മുഖത്തിനെ വിരൂപമാക്കിയിട്ട് കണ്ണാടിയെ അലങ്കരിച്ചാൽ അത് ഇതാണോ? അതുപോലെയാണ് ഇവിടെ എന്നാ പറഞ്ഞ. ഭക്തന്മാർ സത്യമായ മുഖത്തെ അലങ്കരിച്ചാൽ പ്രതിബിംബത്തിനും ആ അലങ്കാരം കിട്ടും എന്ന് അർത്ഥം. അതുകൊണ്ട് തസ്മാത്, അടുത്ത ശ്ലോകത്തിൽ തസ്മാദഹം വിഗത വിക്ലബ ഈശ്വരസ്യ സർവാത്മന മഹിഗൃണാമി യഥാ മനീഷം നീചോജയം ഗുണവിസർഗമന്യുപ്രവിഷ്ട പൂയേത ഏന ഹി പുമാൻ അനുവർണിതേന. തസ്മാദഹം വിഗത വിക്ലബ ഈശ്വരസ്യ സർവാത്മന മഹി ഗൃണാമി യഥാ മനീഷം നീചോജയ ഗുണവിസർഗമനുപ്രവിഷ്ട പൂയേതയേന ഹി പുമാനനുവർണിതേന. അതുകൊണ്ട് ഞാൻ നീചനായ അസുരയോനിയിൽ ആണ് പിറന്നതെങ്കിലും അല്പബുദ്ധിക്കനുസരിച്ച്, എൻ്റെ എളിയ ബുദ്ധിക്കനുസരിച്ച് ഞാൻ അങ്ങയെ സ്തുതിക്കുകയാണ്. അതുമൂലം എൻ്റെ ശരീര അഭിമാനം നശിച്ച് അന്ധകരണം ശുദ്ധമാക്കി തരണേ. അല്ല, അപ്പം ഭഗവാനെ ഭജിച്ചാൽ താനും ശുദ്ധനാകും, അന്ധകരണവും ശുദ്ധമാകും. അതാണ് ഇവിടെ തസ്മാദ. അതുകൊണ്ട് വിഗത വിക്ലബൻ എന്ന് പറഞ്ഞാൽ എല്ലാം വെടിഞ്ഞ് ഞാൻ ഈശ്വരൻ്റെ മഹിമയെ എൻ്റെ ബുദ്ധിക്കനുസരിച്ച് ഞാൻ മനീഷം, യഥാ മനീഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ബുദ്ധിക്കനുസരിച്ച് നീചോജയം ഗുണവിസർഗമനുപ്രവിഷ്ട തമോ ഗുണയോനിയിൽ ജനിച്ചവനായിട്ടും ആയാലും ഞാൻ എൻ്റെ കഴിവനുസരിച്ച് ഭഗവാനെ അങ്ങയെ ഭജിക്കാം, എന്നെ ശുദ്ധനാക്കി തരണേ. പൂയേത ഏനഹി പുമാൻ അനുവർണിതന. ഈ ഭഗവാനെ സ്തുതിക്കുന്ന, ഈ പ്രഹ്ലാദ സ്തുതി കൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്ന എല്ലാവരും ശുദ്ധരാകും, അവരുടെ പാപമൊക്കെ നശിക്കും, അവരുടെ കുലം പോലും കുടുംബം പോലും ശുദ്ധരാകും, പരിശുദ്ധരാകും. അതാ പറഞ്ഞത് അങ്ങയുടെ സത്വധാമനമായ. ഇനി അടുത്ത ഇതിൽ പറയുന്നു. അപ്പോൾ ഇവിടെ ശരീരാഭിമാനം നശിച്ച് അന്ധകരണം പരിശുദ്ധമാകാൻ വേണ്ടി ഞാൻ എന്നാൽ കഴിയുന്നത് പോലെ അങ്ങയെ സ്തുതിക്കാമെന്ന് പറഞ്ഞു. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, സർവേ ഹ്യമീ വിധികരാസ്തവ സത്വധാംനോ ബ്രഹ്മാദയോ വയമിവേശന ചോദ്വിജന്ത ക്ഷേമായ ഭൂതയ ഉദാത്മസുഖായ ചാസ്യ വിക്രീഡിതം ഭഗവതോ രുചിരാവതാരൈഃ. സർവേ ഹി അമീ ഹ്യമി, സർവേ ഹ്യമീ വിധികരാസ്തവ സത്വധാംനോ ബ്രഹ്മാദയോ വയമിവേശന ചോദ്വിജന്ത ക്ഷേമായ ഭൂതയ ഉദാത്മസുഖായ ചാസ്യ വിക്രീഡിതം ഭഗവതോ രുചിരാവതാരൈഃ. വിക്രീഡിതം ഭഗവാന്റെ ലീലകൾ. അതായത് ഈ ദേവൻ അല്ലയോ സർവേശ്വര, എല്ലാവരുടെയും ഭഗവാനെ ഗുരുവായൂരപ്പ, ഈ ദേവന്മാരെല്ലാം അങ്ങയുടെ സത്വധാമമായ സ്വജനങ്ങളാകുന്ന ഭൃത്യന്മാരാകുന്നു. പക്ഷേ അസുരന്മാരെ പോലെ വിരോധികളൊന്നുമല്ല. ഇവരെല്ലാം ഇപ്പം പേടിച്ചിരിക്കുകയാണ്. എങ്ങനെ? ഭഗവാന്റെ ആ രൂപം കണ്ടിട്ട് അവർ വിരോധികളൊന്നുമല്ല, പക്ഷേ അവരിപ്പം പേടിച്ചിരിക്കുക. ഹിരണ്യകശിപുവിനെ എങ്ങനെയാണ് കൊന്ന ആ നരസിംഹ രൂപം കണ്ട് ഭയഭീതരായിരിക്കുകയാണ്. അപ്പം ഈ ലീലയെല്ലാം ഒന്ന് അവസാനിപ്പിക്കുക. അതായത് ഈ ലീലാവതാരങ്ങളെല്ലാം സ്വന്തം ഭഗവാന്റെ സ്വന്തം വിനോദത്തിനും ഭൂതങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടിയാണ് ചെയ്യുന്നതെന്നാണ് ഇവിടെ പ്രഹ്ലാദൻ പറഞ്ഞിരിക്കുന്നത്. അതാ പറഞ്ഞത്, സർവേ ഹ്യമീ വിധികരാസ്തവ സത്വധാംനോ
ബ്രഹ്മാദയോ വയമിവേശന ചോദ്വിചന്തകാം ക്ഷേമായ ഭൂതയ ഉദാത്മസുഖായ ചസ്യ വിക്രീഡിതം ഭഗവതോ രുചിരാവതാരൈഹി. രുചിരം എന്ന് പറഞ്ഞാൽ മനോഹരമായ ഈ അവതാരങ്ങളെ കൊണ്ട് ഭഗവാൻ ക്രീഡ ചെയ്യുകയാണ്. എന്തിന്? അതായത് ഇവരെല്ലാം ഇപ്പം ഭഗവാന്റെ ഈ രൂപം കണ്ട് പേടിച്ചിരിക്കും. ഇവരൊന്നും വിരോധികളല്ല, ഭഗവാനോട് വിരോധം ഇവർക്ക് ആർക്കുമില്ല, അസുരന്മാരാണെങ്കിലും. പക്ഷേ ഭഗവാൻ ഈ വിക്രീഡ ഈ ലീലയൊക്കെ ചെയ്യുന്ന എന്തിനാ? ലോകത്തിൻ്റെ ക്ഷേമത്തിനും പിന്നെ ഭൂതം എന്ന് പറയുന്നത് ലോകം തന്നെ, ലോകത്തിൻ്റെ ക്ഷേമത്തിനു വേണ്ടിയാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആ അസുരൻ മരിച്ചത് കൊണ്ട്, ഹിരണ്യകശിപു മരിച്ചത് കൊണ്ട് ഇവരിപ്പം ആശ്വസിക്കുകയാണ്, ഇവർ ആശ്വസ്തരാണ്. അതുകൊണ്ട് ഈ നരസിംഹരൂപത്തെ സ്മരിച്ചാൽ മാത്രം മതി, ഭയം ഉണ്ടാവുകയില്ല. അതിനാൽ അങ്ങയുടെ ഈ കോപരൂപം ശമിച്ചു കാണുവാൻ ഇവർ ആഗ്രഹിക്കുന്നു, അപ്രകാരം ചെയ്താലും എന്ന് ഭഗവാനോട് ഈ സ്മരന്തി, ജനാസ്മരന്തി അല്ലേ, തദ്യച്ഛമന്യുമസുരശ്ച ഹതസ്ത്വയാദ്യ മോദേദ സാധുരഭിവൃശ്ചിക സർപ്പഹത്യ ലോകാശ്ച നിർവൃതിമത ഇതാഹ പ്രതിയന്തി സർവേ രൂപം നൃസിംഹ വിഭയായ ജനാസ്മരന്തി. അപ്പം ഇവിടെ പറയുന്നു, ലോകത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയല്ലേ അങ്ങ് ഈ വേഷം കെട്ടിയത്, ഈ ലീലകളൊക്കെ കാണിക്കുന്നത്. പക്ഷേ ഇപ്പം ഇവരെല്ലാവരും പേടിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഈ രൂപത്തെ ഉപേക്ഷിച്ചാലും എന്ന് പ്രഹ്ലാദൻ പറഞ്ഞു. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, തത് ഇച്ഛ തത് യച്ഛ യത് അതുകൊണ്ട് മന്യു അസുരശ്ച ഹത, ഈ അസുരനെ കൊന്നതുകൊണ്ട് മോദേത സാധുരവി, എല്ലാവരും ഇപ്പം സന്തോഷിച്ചിരിക്കുകയാണ്. വൃശ്ചിക സർപ്പഹത്യ ലോകാശ്ച നിർവൃതി ഇതാ പ്രതിയന്തി സർവേ. ഈ അസുരനെ കൊന്നതുകൊണ്ട് ഇപ്പം എല്ലാവരും സന്തോഷിച്ചിരിക്കുകയാണ് ഈ നരസിംഹ രൂപത്തെ കണ്ട്. അപ്പം അങ്ങയുടെ കോപം ഇനി ശമിപ്പിച്ചുകൊള്ളൂ, ഇവർ പേടിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അവരുടെ പേടിയൊക്കെ പോട്ടെ, ഈ മനോഹരമായ രൂപം കൊണ്ട് അങ്ങ് ഉദ്ദേശിച്ചത് എന്താണോ അത് നടന്നില്ലേ, അപ്പോൾ ഇനി മതി എന്ന് പറയാണ്. എന്നിട്ട് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ഈ എന്താ പറയുക, ഈ രൂപത്തെ സ്മരിക്കുകയാണെങ്കിൽ പോലും ജനങ്ങളുടെ ഭയമില്ലാതെയാകും. അപ്പോൾ പ്രഹ്ലാദ സ്തുതി വായിച്ചാലോ എന്തുണ്ടാവും അല്ലേ? അതാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാ, നാഹം വിവേമി അജിത തേതി ഭയാനകസ്യ ജിഹ്വാർക്കനേത്ര ഭൃഗുടി രഭസോഗ്രദംഷ്ട്രാത് ആന്ധ്രസ്രജ ക്ഷതജകേസര ശംഖുകർണാത് നിർഹ്രാദവീത അഗിഭിര അരിഭിന്ന നഖാദ്ഗ്രാത്. അതായത് നാഹം, ഞാൻ പേടിക്കുന്ന ബിഭേമി, അഹം വിഭേമി, ഞാൻ പേടിക്കുന്നില്ല. അല്ലയോ അജിത എന്ന് ഭഗവാനെ വിളിച്ചിട്ടാണ് പറയുന്നത്. അല്ലയോ അജിത, ഗുരുവായൂരപ്പ, അങ്ങയുടെ ഈ രൂപം കണ്ട് ഞാനൊന്നും പേടിക്കത്തില്ല, എനിക്ക് പേടിയൊന്നുമില്ല. അതിഭയാനകാസ്യ, അങ്ങയുടെ ഈ ഭയാനകമായ ജിഹ്വ, അതായത് നാക്ക് വാളുകളെ പോലെ നാക്ക് നീട്ടിയിട്ടിരിക്കുന്നു, മൂർച്ചയേറിയ വാള് പോലെ, അത് കണ്ടാലോ? അങ്ങയുടെ നേത്രം സൂര്യനെ പോലെ ജ്വലിക്കുന്ന ആ നേത്രങ്ങൾ, കണ്ണുകളോ, അർക്കനേത്രം എന്നാണ് പറഞ്ഞ്, സൂര്യനെ പോലെയുള്ള കണ്ണുകൾ, ജ്വലിക്കുന്ന കണ്ണുകളോ, ഭൃഗുടി പുരികക്കൊടികൾ, വളഞ്ഞ പുരികക്കൊടികളോ, രഭസോഗ്ര ദംഷ്ട്ര, ആ ദംഷ്ട്രകളോ, വളഞ്ഞൊക്കെ ഇരിക്കുന്ന ആ ദംഷ്ട്രകളോ, ആന്ധ്രസ്രജം കുടൽമാലയൊക്കെ വാരി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ശരീരത്ത്, അത് ധരിച്ചതുകൊണ്ടോ, ക്ഷതജകേസര ശംഖുകർണം എന്ന് പറഞ്ഞാൽ ചെവിയുടെ ചുറ്റും ഇങ്ങനെ ചോരയെല്ലാം പറ്റിയിട്ട് ഉണങ്ങിപ്പിടിച്ച്
ക്ഷതജകേസരം, ആ സടയൊക്കെ കണ്ടാലോ നിർഹ്രാദഭീത അരി ഭിന്നനക്കം. അരി എന്ന് പറഞ്ഞാൽ ഈ മൂർച്ചയുള്ള ഉയർന്നു നിൽക്കുന്ന ചെവി വരെ എത്തുന്ന ആ സടകൾ, അതോ പിന്നെ നഖങ്ങൾ മൂർത്ത നഖങ്ങളോടുകൂടിയൊക്കെ നിൽക്കുന്ന ഈ രൂപമൊന്നും കണ്ടാൽ ഞാൻ പേടിക്കില്ല. എന്തുകൊണ്ടാണ്? ഭഗവാൻ അച്ഛനെ പോലെയാണ് ഭഗവാൻ. പ്രഹ്ലാദൻ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പേടിയില്ല. അല്ലയോ അജിത, ഈ നൃസിംഹരൂപത്തെ കണ്ട് ഞാൻ ഒട്ടും പേടിക്കുന്നില്ല. എൻ്റെ മാതാവും പിതാവുമായ കാരുണ്യ വാത്സല്യങ്ങൾ നിറഞ്ഞ അങ്ങയെ ഞാൻ എന്തിനു പേടിക്കണം? ജിഹ്വ നീണ്ടുവാള് പോലെയുള്ള നാക്കിനെയോ സൂര്യതുല്യമായ കണ്ണുകളെയോ കുടലുമാല ധരിച്ച് രക്തം പുരണ്ട സടയെയോ ഒന്നും എനിക്ക് പേടിയില്ല. പക്ഷേ എനിക്ക് പേടിയുണ്ട്. എന്താണ്? അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ത്രസ്തോസ്മ്യഹം കൃപണവത്സല ദുസ്സഹോഗ്ര സംസാര ചക്രകഥനാത് ഗ്രസതാം പ്രണീത. എനിക്ക് ഭഗവാന്റെ ഈ ഇതൊന്നും പേടിയില്ല. പക്ഷേ ഞാൻ ഭയപ്പെടുന്നു. ത്രസ്ത എന്ന് പറഞ്ഞാൽ ഭയപ്പെടുക. ത്രസ്തോസ്മി അഹം, ഞാൻ ഭയപ്പെടുന്നു. എന്തിനെയാണ് ഭയപ്പെടുന്നത്? ഈ ദുസ്സഹവും അത്യുഗ്രവുമായ കൃപണവത്സലനായ ഈ സംസാര ചക്രത്തിൻ്റെ ദുസ്സഹോഗ്ര സംസാര ചക്രത കഥനം എന്ന് പറഞ്ഞാൽ ദുഃഖം. സംസാര ചക്രത്തിൻ്റെ പീഡ, ഈ അസുര വംശത്തെ പ്രാപിച്ചവനായി, അല്ലെങ്കിൽ ഈ അസുര വംശത്തിൻ്റെ പീഡയെ ഇവിടെ പറഞ്ഞ ദുസ്സഹമായ സംസാര ചക്രത്തിൻ്റെ ദുഃഖത്തെ, ആ ദുഃഖം എന്നെ ഗ്രസതാം പ്രണീത. അപ്പം ദുസ്സഹവും അത്യുഗ്രവുമായ സംസാര ചക്രത്തെ ഞാൻ ഭയപ്പെടുന്നു. സംസാര ചക്രത്തിൻ്റെ ദുഃഖത്തെ, കഥനത്തെ ഞാൻ ഭയപ്പെടുന്നു. ദുഷ്കർമ്മവശാൽ, നല്ല കർമ്മമല്ല, അതുകൊണ്ടാണ് അസുരന്മാരുടെ ഇടയിൽ വന്ന് ജനിച്ചത്. അപ്പം ഈ ദുഷ്കർമ്മവശാൽ അസുരന്മാരുടെ ഇടയിൽ നിന്നും മോചനം നേടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് അടുത്ത ലൈനിൽ പറയുന്നു, ബദ്ധസ്വകർമ്മവീരുഷത്തമ തേങ്ക്രിമൂലം പ്രീതോപവർഗ ശരണം ഹൊയസേ കഥാനു. അതായത് ഭക്തി കൊണ്ടേ പറ്റൂ. ഇപ്പം ഭക്തി ഈ മായയിൽ നിന്ന് എന്നെ ഈ മായ കൊണ്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ കർമ്മഭീരുഷത്തമ, അതായത് ഭക്തപ്രിയനും മോക്ഷപ്രദനുമായ, മോക്ഷത്തെ നൽകുന്നവനുമായ അങ്ങയുടെ പാദമൂലത്തിലേക്ക് എന്നെ എപ്പോഴാണ് വിളിക്കാൻ പോകണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപവർഗ ചരണം, അപവർഗ മോക്ഷമാണ്. അപ്പം പ്രീതനായ അങ്ങ് എപ്പോഴാണ് എന്നെ അംഘ്രിമൂലം, പാദമൂലത്തിലേക്ക്, അങ്ങയുടെ അടുത്തേക്ക് എന്നെ വിളിക്കുന്നത് എന്ന്. കഥ എപ്പോഴാണ് എന്നെ അങ്ങയുടെ പാദമൂലത്തിലേക്ക് വിളിക്കുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ എനിക്ക് പേടിയില്ല. പക്ഷേ ഞാൻ ഈ ദുസ്സഹവും അത്യുഗ്രവുമായ സംസാര ചക്രത്തെ ഭയപ്പെടുന്നു. എൻ്റെ നല്ല കർമ്മം അല്ലാത്തതുകൊണ്ട്, ദുഷ്കർമ്മവശാൽ ഞാൻ അസുരയോനിയിലാണ് വന്ന് പറയാം. ഞാൻ ഈ അസുരന്മാരെയൊക്കെ പേടിക്കുന്നു. അപ്പം അതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ മോക്ഷപ്രദനും ഭക്തപ്രിയനുമായ അങ്ങയുടെ പാദമൂലത്തിലേക്ക് എന്നെ എപ്പോൾ വിളിക്കും എന്ന് ഞാൻ കാത്തിരിക്കുകയാണ് ചെയ്യുന്നതെന്ന്. അടുത്ത ശ്ലോകത്തിൽ പറയാ, യസ്മാത് പ്രിയാപ്രിയവിയോഗ സയോഗജന്മാശോകാഗ്നിന സകലയോനിഷു ദഹ്യമാനഃ ദുഃഖൌഷധം തദപി ദുഃഖമതദ്യാഹം
ഭൂമൻ ഭ്രമാമി വദമേ തവദാസ്യയോഗം. അപ്പം എനിക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? യസ്മാത്, അതുകൊണ്ട് പ്രഭോ, ഞാൻ പല ജന്മങ്ങൾ എടുത്തു കഴിഞ്ഞു അല്ലേ, പല ജന്മങ്ങളും കഴിഞ്ഞു. അപ്പോഴെല്ലാം പ്രിയ വിഷയങ്ങൾ ലഭിക്കാതെയും അപ്രിയ ദുഃഖങ്ങൾ അനുഭവിച്ചും ഞാൻ ദഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊന്നും എന്നെ വിട്ടുപോകുന്നില്ലായിരുന്നു. അതിനൊക്കെ കാരണം ദേഹബുദ്ധിയായിരുന്നു അല്ലേ, ദേഹാത്മബുദ്ധി. അതെന്നെ വിട്ടുപോകുന്നില്ല. അപ്പോൾ ദുഃഖശാന്തിക്കായി ചെയ്യുന്ന പരിശ്രമങ്ങളൊക്കെ ദുഃഖം തന്നെ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തളർന്നു വലഞ്ഞിരിക്കുകയാണ് ഞാൻ. അതുകൊണ്ട് പാദസേവയിൽ, അങ്ങയുടെ നിന്ദിരയുടെ പാദസേവയിൽ മാത്രമേ എൻ്റെ സങ്കടം തീരുകയുള്ളൂ. അവിടുത്തെ കരുണാകടാക്ഷം ലഭിച്ചാൽ ഞാൻ കൃതാർത്ഥനാകും. അപ്പോൾ ബ്രഹ്മാദികളെ പിന്തുടർന്ന് ഞാനും അങ്ങയുടെ ലീല കഥകളെ കീർത്തിക്കും. അതിനെ തുടർന്ന് അങ്ങയുടെ പ്രിയദാസന്മാരായ പരമഹംസന്മാരോട് ചേരാനും എനിക്ക് സംഗതി വരും. അതുകൊണ്ട് കഥാശ്രവണ കീർത്തനത്തിൽ രുചിയുണ്ടാകുകയും എന്നെന്നുമായിട്ട് ബാക്കിയെല്ലാം എന്നെ വിട്ടുപോയിട്ട് ഞാൻ ഭഗവാനിൽ രുചിയുള്ളവനായി തീരും എന്ന്. സോഹം പ്രിയസ്യ സുഹൃത പരദേവതായ ലീലാകഥാസ്തവ നൃസിംഹ വിരിഞ്ച ഗീതാഹ. അത് അടുത്ത ഇതിൽ പറയാം, ഇവിടം വരെ. യസ്മാത് പ്രിയ വിയോഗ സയോഗ ജന്മാശോകാഗ്നിന. ഞാൻ യോഗവിയോഗങ്ങളിലെ ദുഃഖങ്ങളിൽ, ദുഃഖത്തിൽ പെട്ടുകിടക്കുകയാണ്, ദഹിക്കുകയാണ്, ദഹ്യമാനക. അപ്പോൾ ദുഃഖൌഷധം തദപി ദുഃഖം അതത്തി. ഞാൻ അതിനു വേണ്ടി എന്തെങ്കിലും പരിഹാരം ചെയ്യാൻ പോയാൽ എന്നിലേക്കത് തിരിച്ചു വരുവാണ്. ധാരാളം ദുഃഖമുണ്ടാവുന്നു. അതുകൊണ്ട് അല്ലയോ ഭൂമൻ, വലിയവനെ, ഭൂമൻ എന്ന് പറഞ്ഞാൽ വലിയവനെ, എൻ്റെ ഈ ദുഃഖത്തെയെല്ലാം മാറ്റി അങ്ങയുടെ ആക്കാൻ എന്നെ ദാസനാക്കൂ. ദാസ്യയോഗം എനിക്ക് മതി. അപ്പോൾ ഭഗവാനെ ഭജിച്ചു കൊണ്ടിരുന്നാൽ മതി, വേറെയൊന്നും എനിക്ക് വേണ്ട എന്ന് പ്രഹ്ലാദൻ പറയുന്നു. ഏകദേശം എത്ര ശ്ലോകമായി? 10 ശ്ലോകത്തോളമായി. ഇത്രയും മതി ഇന്ന്. അടുത്ത ക്ലാസ്സിൽ അടുത്ത ശ്ലോകങ്ങൾ വായിച്ച് ഇതുപോലെ തന്നെ അർത്ഥം പറഞ്ഞു തരാം. കുറച്ച് ചെയ്യുക, അല്ലെങ്കിൽ നടക്കില്ല. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും ഹരി ഓം നാരായണ. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്.